വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എണീക്കാൻ കുറച്ച് വൈകിയ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ചോറ് വെക്കാനൊക്കെ ലേറ്റായി. സമയം 11 മണി കഴിഞ്ഞു. നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ലഞ്ച് കോംബോ റെഡിയാക്കിയാലോ. ഒരു വെജിറ്റേറിയൻ സിമ്പിൾ നാടൻ ലഞ്ച് കോംബോ. ഇത് ബാച്ചിലേഴ്സിനും അതേപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ പെട്ടെന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കോംബോ ആണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇന്ന് ചോറ് വെക്കുന്നത് ഞാൻ കുക്കറിലാണ് കേട്ടോ. 5 ലിറ്ററിൻ്റെ കുക്കറാണിത്. ഇതിലെങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി ചോറ് നമുക്ക് വാർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോറ് വെക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. അപ്പം എൻ്റെ ഈ കലം അതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് കൊള്ളും. അപ്പം അങ്ങനെയുള്ള ഒരു പാത്രം നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 1 ഗ്ലാസ് അരിയാണ്. 1 ഗ്ലാസ് അരി നമുക്ക് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പം അരി നന്നായി കഴുകിയിട്ട് ഏകദേശം ഒരു 1/4 പാത്രത്തോളം, കലത്തിൻ്റെ 1/4 പാത്രത്തോളം വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതേപോലെ തന്നെ കുക്കറിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, എളുപ്പമാണ്. ഈ കലം കുക്കറിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരു 2 വിസിൽ, ഇപ്പം അരിയുടെ വേവ് അനുസരിച്ച് ഒരുവിധം എല്ലായിരിക്കും. ഞാനിവിടെ യൂസ് ചെയ്യുന്ന പൊന്നിയരിയാണ്. അപ്പോൾ ഒരുവിധം എല്ലായിരിക്കും പൊന്നിയരിക്കും ഇതേ വേവ് തന്നെ ആയിരിക്കും. അപ്പോൾ 2 വിസിൽ അടിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വയ്ക്കുക. ഓഫ് ചെയ്യുന്ന സമയം നമ്മൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. ഇപ്പോൾ 6 മണിക്കാണ് വിസിലടിച്ച് നമ്മൾ ഓഫ് ചെയ്യുന്നതാണെങ്കിൽ 6:30-ക്ക് അരി വാർക്കണം. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കുക്കർ തുറന്നതിന് ശേഷം 6:30-ക്കാണ് അരി വാർക്കുക. അതുവരെ നമ്മൾ കുക്കർ ഒന്നും ചെയ്യരുത്. വിസിലടിച്ച് ജസ്റ്റ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതാണ് ഇതിൻ്റെ പരിപാടി. നമുക്ക് ചോറ് വയ്ക്കാം. ഞാനിവിടെ ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പേരി, പിന്നെ അതേപോലെ തന്നെ ഒരു മോരൊഴിച്ച് കൂട്ടാനാണ്. അരപ്പൊന്നും ഇല്ലാണ്ട് വേഗം വെക്കാൻ പറ്റുന്ന ഒരു മോരൊഴിച്ച് കൂട്ടാനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ചോറ് റെഡി ആവുന്ന ടൈമിൽ തന്നെ ഈ 2 കറിയും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാട്ടോ എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കാം. ഈ ഒരു സൈസുള്ള പീസസ് ആയിട്ട് നമുക്ക് അതേപോലെ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്കിനി വേണ്ടത് ഒരു പച്ചമുളകും ഒരു വെളുത്തുള്ളിയാണ്. രണ്ടും ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് ചോറ് റെഡി ആകുമ്പോഴത്തേക്കും വേഗം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി മോരൊഴിച്ച് കൂട്ടാനും റെഡിയാക്കി എടുക്കാം കേട്ടോ. പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇടുക. കടുക് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇത്രയും ചേർത്തിട്ട് നന്നായി തന്നെ ഇറക്കി കൊടുക്കാം. ഇത് ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമുക്ക് നുറുക്കി വെച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്ര ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ 2 വിസിലായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 11:30ആണ്. ഞാൻ ഈ കറക്റ്റ് 12 മണിക്കിത് വാർക്കും. ചോറ് ഇപ്പോൾ ഇവിടെ കുക്കർ 2 വിസിലടിച്ച് റെഡിയായി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഇത് അവിടെ റെഡി ആയിട്ടിരിക്കുന്നു. ഇനി നമുക്ക് വേഗം മോരൊഴിച്ച് കൂട്ടാനൂടി ഉണ്ടാക്കിയെടുക്കാം. പാത്രം ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇടാം.
കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇടുന്നുണ്ട്. ഇനി കടുക് ഉലുവയും കൂടി നന്നായി ഒന്ന് മൂക്കട്ടെ. കടുക് ഉലുവയും നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വറ്റൽ മുളക് ഇതിട്ട് ഒന്ന്, കുറച്ച് കറിവേപ്പില, നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്. ഞാനിവിടെ ഒരു പച്ചമുളകും 1 ഇഞ്ച് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നീളത്തിൽ നുറുക്കി വെച്ചിരിക്കുന്ന ഒരു സവാള കൊടുക്കാം. നമുക്കിത് ഒരുപാട് അങ്ങോട്ട് മൂക്കേണ്ട കാര്യമില്ല കേട്ടോ. നല്ല ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ, ഒരു പിങ്ക് കളറാവുമല്ലോ, അതുവരെ മതി. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി അടപ്പ് മാറ്റിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. ഈ സമയത്ത് ഉപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സീസണിങ്സ് ഒക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. സവാള നന്നായി മൂത്തിട്ടുണ്ട്. നുറുക്കി വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി അതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഞാനിവിടെ 1 കപ്പ് തൈര് ഒട്ടും കട്ടയില്ലാതെ നല്ല സ്മൂത്ത് ടെക്സ്ചറായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് സവാള, തക്കാളി, ഈ ഒരു മസാലയില്ലേ ഇതിലേക്ക് ഒഴിക്കാം. തീ നല്ല രീതിയിൽ കുറച്ചിട്ടോ, അല്ലാന്നാണെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല. ഇല്ലാന്നാണെങ്കിൽ നമ്മുടെ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം തീ നന്നായി കുറച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ നന്നായി ഒന്ന് ഇളക്കണം കേട്ടോ. ഒന്ന് കൈ എടുക്കാതെ ഒരു 2 മിനിറ്റോളം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇല്ലാന്നാണെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. രണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മോരൊഴിച്ചുകൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 45 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ഈസി ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ് നല്ല പെർഫെക്റ്റായി വെന്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ മോരൊഴിച്ച് കൂട്ടാൻ അരപ്പൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തയ്യാറാക്കുന്ന മോരൊഴിച്ച് കൂട്ടാനാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി, നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ്. ഈ മോരൊഴിച്ച് കൂട്ടാൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും ഒരു കൊണ്ടാട്ടമുളകും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി. ഇനി ലഞ്ച് കുക്ക് ചെയ്യാൻ ടൈമില്ല എന്ന് പറഞ്ഞാൽ ആരും മടി പിടിച്ചിരിക്കണ്ട കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 30 to 45 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് കോംബോ ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക്, അതായത് കേരളം വിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് നാടൻ ഫുഡൊക്കെ പലപ്പോഴും മിസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്ന കുറേ ബാച്ചിലേഴ്സൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു കേട്ടോ. ഞാൻ കോളേജ് കഴിഞ്ഞ് ചെന്നൈയിൽ പോയ ടൈമിൽ എനിക്ക് നാട്ടിലെ ഫുഡ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മയുടെ മോരൊഴിച്ച് കൂട്ടാനും പയറുപ്പേരിയും കൊണ്ടാട്ടമുളകും. എൻ്റെ ഫേവറേറ്റാണ് തൈരും ചോറും കൊണ്ടാട്ടമുളകും. അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇനി ഒട്ടും മടി പിടിച്ചിരിക്കേണ്ട, വളരെ കുറച്ച് ടൈം മതി, പെട്ടെന്ന് ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ഈ കോംബോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ ലഞ്ച് കോംബോസ് ഇനിയും വേണമെന്നാണെങ്കിൽ കമൻറ്റിലൊന്ന് പറയണേ. ഞാൻ എന്തായാലും പുതിയ ലഞ്ച് കോംബോസ് ആയിട്ട് വീണ്ടും വരാം. വെജിറ്റേറിയൻ കോംബോസ് ആയിരിക്കും, പക്ഷെ നാടനായിരിക്കും, ഹെൽത്തി ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും താങ്ക് യു ആൻഡ് ബൈ.